ജില്ലയിലെ ഗ്രാമീണ റോഡുകൾ തകർന്നു. വർഷങ്ങളായിട്ടും നവീകരിക്കാത്ത റോഡുകളും ഏറെയാണ്. ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത റോഡുകൾ ഉൾപ്പെടെ ശോച്യാവസ്ഥയിലാണ്. ഒരു മനുഷ്യൻ വന്ന് ചടപടാന്നാണ് ഇവിടെ വീഴുന്നത്. ലൈറ്റ് പോലും ഇല്ല. തഴവ ഗ്രാമപഞ്ചായത്തിലെ തകർന്ന റോഡുകൾ നവീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. വെങ്ങാട്ടപ്പള്ളി മഠം കുതിരപ്പന്തി റോഡ് തകർന്നിട്ട് ഏറെക്കാലമായി. എന്നാൽ റോഡ് നവീകരണത്തിന് യാതൊരു നടപടിയും ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത റോഡുകളുടെ സ്ഥിതിയും ശോചനീയമാണ്. ഇതിലേക്കൂടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്കൂൾ ബസ്സുകളും പിന്നെ മറ്റ് കുതിരപ്പന്തി മാർക്കറ്റിൽ പോകുന്നവരും എല്ലാം ഈ റോഡിലാണ് ആശ്രയിച്ചാണ് വരുന്നത്. എത്രയോ തവണ ഈ അമ്പലത്തിൻ്റെ മാമ്പഴശ്ശേരി അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് എത്രയോ ആൾക്കാർ വീണേക്കുന്നു. ഇപ്പം തന്നെ ഒരു പയ്യെ ബൈക്കിൽ വന്ന 2 പൈതങ്ങൾ ഇവിടെ മറിയേണ്ടതായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ചെന്ന് ഓടിച്ചത് സഹായിച്ചാണ് അതിനെ നമ്മൾ രക്ഷപ്പെടുത്തി വിട്ടത്. അതുപോലാണ് നമ്മുടെ കുരിശുമൂട് ഒറ്റത്തെങ്ങുമുക്ക് റോഡും ഇതേപോലത്തെ അവസ്ഥയാണ്. അതുപോലെ കുതിരപ്പന്തി ചന്തയിൽ നിന്ന് നേരെ കിഴക്കോട്ട് കിടക്കുന്ന നേരമ്പോക്ക് ജംഗ്ഷൻ്റെ റോഡ്, മടത്തി സ്കൂള്, കുതിരപ്പന്തി സ്കൂള്, ഈ ഭാഗത്തുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് ശ്രീബുദ്ധ, സെൻറ്റ് ഗ്രിഗോറിയസ്, വിവേകാനന്ദ, ശ്രീനാരായണ, ഈ സ്കൂളിലെ ബസ്സുകൾ ഇഷ്ടം പോലെ ഇതുവഴിയാണ് വരുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളും ആകെ വലഞ്ഞ് ഈ റോഡ് മുഖാന്തരം പരിസര പ്രദേശത്ത് വെള്ളം കയറി അവസ്ഥയിലാണ്. അപ്പുറത്ത് കാണുന്ന വീടുകളെല്ലാം ഈ റോഡിൽ വെള്ളം ഒഴുകിയാണ് അവിടെ എത്തുന്നത്. വെങ്ങാട്ടംപള്ളി കുതിരപ്പന്തി റോഡ്, കുരിശുമൂട് ഒറ്റത്തെങ്ങ് റോഡ്, കുതിരപ്പന്തി നേരമ്പോ ജംഗ്ഷൻ അഥവാ നെല്ലൂട്ടിൽമുക്ക് റോഡ് എന്നീ റോഡുകൾ വർഷങ്ങളായി യാത്രായോഗ്യമല്ലാത്ത സാഹചര്യത്തിലാണ്. ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി പോകാൻ മടിക്കുന്ന സ്ഥിതിയുണ്ട്. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് അടിയന്തരമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വള്ളക്കുടം പിള്ളേർ, കൊച്ചു പിള്ളേർ വരുന്നവർ ഉരുണ്ട് വീഴുക, ചള്ളുവെന്ന്. ഞങ്ങള് നിന്നെ പൊക്കിയെടുക്കുക അതിന് വെള്ളത്തിൽ നിന്ന്. നിങ്ങളെ ഇതിനൊരു തീരുമാനം ഇല്ലാത്ത എന്തൊരു കഥയായത്, എന്തൊരു ലോകമാണ്. ന്യൂസ് ബ്യൂറോ, തഴവ.